ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरों वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरव। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 6, 41 ശ്ലോകം മുതൽ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതാസമാം ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതാസമാം ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. കൃഷ്ണ. വിനോദിനി മാതാജി. മ്യൂട്ടിലാണ് മാതാജി, മ്യൂട്ടിലാണ്. വിനോദിനി മാതാജി മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. വിനോദിനി മാതാജി കേൾക്കുന്നില്ലേ? സ്റ്റക്കായതാണ്. ശ്രീദേവി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉസീത്വാ ശാശ്വതി സമാം. ഒരു മിനിറ്റ് മാതാജി. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. പ്രാപ്യ പുണ്യകൃതം ലോകാനുഷ്ഠിത്വാ ശുചീനാം ശ്രീമദ്ഗേ യോഗഭ്രഷ്ടോ അഭിജായതേ. ഹരേ കൃഷ്ണ. വിവർത്തനം. അങ്ങനെ യുഗത്തിൽ വായിക്കണ്ടേ? എന്താ മാതാജി? വായിച്ചോളൂ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്ന ആൾ പുണ്യം ചെയ്തവർക്ക് ലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം നിഷ്ഠയുള്ള മക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഹരേ കൃഷ്ണ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പ്രഭു, എനിക്ക് കേൾക്കാം. ശ്രീദേവി മാതാജി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. കുറച്ച് ഇവിടെ നെറ്റിന്റെ പ്രശ്നം എന്തുകൊണ്ട് തോന്നുന്നു. ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ പറയൂ കേട്ടോ. ഓക്കെ. The unsuccessful yogi, after many years of enjoyment on the planets of the pious living entities,
he is born into a family of righteous people or into a family of rich aristocracy. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത് അർജുനനോട്? അർജുനന്റെ ചോദ്യമാണ്, അതായത് നമ്മൾ ഈ ഭക്തിയുത സേവനം ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഗതി? നമ്മുടെ എവിടേക്ക് ചെന്നെത്തും? എന്താണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചോദിക്കാം. അപ്പോൾ അൺസക്സസ്ഫുൾ യോഗി, ഒരു യോഗി വര്യൻ സക്സസ് ആയിട്ടില്ലെങ്കിൽ ഒരുപാട് കാലം അവരെ സ്വർഗലോകത്തിൽ പോയിട്ട് സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കും. അതിനുശേഷം ഈ ഭൂമിയിലെ വലിയ നല്ലൊരു ധനാഠ്യന്മാരുടെ കുടുംബത്തിൽ ജനിക്കും. അതാണ് പറയുന്നത്. വളരെ കുറച്ചു കാലം നമ്മൾ ഭക്തിയുത സേവനം ചെയ്തു, എന്നാൽ പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവർക്ക് ഉപരി ലോകത്തിൽ പോയിട്ട് ആസ്വദിക്കാൻ പറ്റും, സ്വർഗലോകത്തിൽ. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കും. ആരുടെ വീട്ടില്? ധനാഠ്യന്മാരുടെ വീട്ടില്. ഫാമിലി ഓഫ് റിച്ച് അരിസ്റ്റോക്രസി എന്നാണ് പറയുന്നത്. ദ അൺസക്സസ്ഫുൾ യോഗീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ക്ലാസ്സസ്. ഇപ്പൊ 2 തരത്തിലുള്ള അൺസക്സസ്ഫുൾ. ഒന്ന് ഷോർട്ട് ടേം ട്രാൻസെൻഡന്റലിസ്റ്റ്, ഒന്ന് ലോങ് ടേം. വളരെ കുറച്ചു കാലം ഭക്തിദാന സേവനം ചെയ്തു, ആ ഒരു കാറ്റഗറി. പിന്നെ കുറേ കാലം ഭക്തി സേവനം ചെയ്തു. ഇപ്പൊ 2 കാറ്റഗറിയാണ് ഇവിടെ പറയുന്നത്. അതായത് one is fallen after very little progress, വളരെ കുറച്ചേ ചെയ്തുള്ളൂ. And one is fallen after long practice of yoga. അത് long term. So the yogi who falls after a short period of practice goes to the higher planets where pious living entities are allowed to enter. After prolonged life there, one is sent back again to this planet to take birth in the family of a righteous Brahmana, Vaishnava or a aristocratic merchants. അപ്പോൾ വളരെ കുറച്ചു കാലം ഭക്തിയുത സേവനം ചെയ്തിട്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെല്ലാവരും ഉപരി ലോകത്തിൽ പോയിട്ട് ആസ്വദിച്ച് വീണ്ടും ഇവിടെ ഒരു ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ വൈഷ്ണവന്റെ അല്ലെങ്കിൽ ഒരു ധനാഠ്യന്റെ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഷോർട്ട് ടേം ട്രാൻസെൻഡന്റിസ്റ്റ്. ദ റിയൽ പർപ്പസ് ഓഫ് യോഗ പ്രാക്ടീസ് ഈസ് ടു അച്ചീവ് ദ ഹയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്, ആസ് എക്സ്പ്ലെയിൻസ് ഇൻ ദ ലാസ്റ്റ് വേഴ്സ് ഓഫ് ദിസ് ചാപ്റ്റർ. ബട്ട് ദോസ് ഹു ഡു നോട്ട് persevere to such an extent and who fail because of material allurements are allowed by the grace of Lord to make full utilization of their material propensities. And after that, they are given opportunities to live prosperous lives in righteous or aristocratic families. Those who are born in such families may take advantage of the facilities, try to elevate themselves to full Krishna consciousness. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാൻ അർജുനോട് പറയാണ്, അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമാണ്. അർജുൻ ചോദിച്ചു, നമ്മൾ ഈ ലൈഫിൽ, ഈ ജന്മത്തിൽ നമ്മൾ ഭക്തി സേവനം കംപ്ലീറ്റ് ചെയ്തില്ല, കുറച്ചു കാലം ചെയ്തു, വീണ്ടും നമ്മൾ ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി പോയി. അപ്പോൾ അവരുടെ ഗതി എന്തായിരിക്കും എന്നാണ് ചോദ്യം. പ്രഭാത പർപ്പോട്ടിൽ പറയുന്നു, അങ്ങനെ 2 തരത്തിലുള്ള 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് കുറച്ചു കാലം ചെയ്യുന്ന ആൾക്കാരും ഭക്തിയുത സേവനം, ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ കുറേ കാലം ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ കുറച്ചു കാലം ചെയ്തിട്ടുള്ള ആ ഭക്തി സേവനം ചെയ്തിട്ടുള്ള ആൾക്കാരെ സ്വർഗലോകത്തിൽ പോയിട്ട് ആസ്വദിച്ച് വീണ്ടും ഇവിടെ ഭൂമിയിൽ വന്ന് ധനാഠ്യന്മാരുടെ അരിസ്റ്റോക്രാറ്റിക് അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ വന്നിട്ട് ജനിക്കും. അതിനുശേഷം എവിടെ നിർത്തിയോ അവിടുന്ന് അവർ കണ്ടിന്യൂ ചെയ്യും, വീണ്ടും അവർക്ക് അവസരം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. 42 നോക്കാം എന്താണ്. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭാതരം ലോകേ ജന്മ യത് ഈദൃശം. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭാതരം ലോകേ ജന്മ യത് ഈദൃശം. ശ്രീദേവ് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദി ദുർലഭതരം ലോകേ ജന്മയതി യദീശ്വരം യദീദൃശം. ഹരേ കൃഷ്ണ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. അഥവാ യോഗീനമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. ഹരേ കൃഷ്ണ. സിനി മാതാജി.
ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം യതദ്ധി ദുർലഭാതരം ലോകേ ജന്മായതീദൃശം. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രഭുജി ഏതാണ് ശ്ലോകം? ഇത് 42 6 42. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്ര യോഗികളുടെ കുലത്തിൽ പിറന്നു എന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. Very good. Or if unsuccessful after long practice of yoga, it takes birth in a family of transcendentalists who are surely great in wisdom. Suddenly such a birth is rare in this world. അഥവാ അവരെ ഒരുപാട് കാലം ഭക്തിയുത സേവനം ചെയ്തിട്ട് പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ ലൈഫിൽ. അവരുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അവരെ ഒരു നല്ല ഭക്തരുടെ ഫാമിലിയിൽ, ഭക്തരുടെ കുടുംബത്തിൽ, ട്രാൻസെൻഡന്റിസ്റ്റിന്റെ കുടുംബത്തിൽ ജനിക്കും. എങ്ങനെ? അത് വളരെ വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള, വയസ്സായിട്ടുള്ള, ഗ്രേറ്റ് വിസ്ഡമുള്ള ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിക്കും. സർട്ടൻലി അങ്ങനത്തെ ഒരു ബർത്ത് വളരെ വളരെ റെയറാണ്. അപ്പം നമ്മൾ നല്ലൊരു ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ ഭക്തി സേവനം ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നല്ലൊരു ഭക്തന്മാരുടെ കുടുംബത്തിൽ ജനിച്ച് നമുക്ക് അവിടുന്ന് ഭക്തി ഉടനെ തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. അല്ലേ? കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഭക്തരുടെ ഫാമിലിയിൽ ജനിക്കുക, ഭക്തി പ്രാക്ടീസ് ചെയ്യുക, നല്ല ബുദ്ധി ഉണ്ടാവുക, ഗ്രേറ്റ് വിസ്ഡം, ഇതൊക്കെ വളരെ വളരെ റെയറാണ്. നമ്മൾ കേട്ടില്ലേ, ചൈൽഡ് പ്രൊഡ്യൂസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഭക്തിയുടെ ലെവലിൽ, ഭൗതിക തലത്തിലല്ല ഞാൻ പറയുന്നത്. ചെറുപ്പകാലത്ത് തന്നെ ഒരുപാട് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു, അവന് അതിൽ കമൻട്രി ചെയ്തു. നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് 7ാമത്തെ വയസ്സിൽ കംപ്ലീറ്റ് ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും ബൈഹാർട്ട് ചെയ്തു. എന്നിട്ട് അതിന് കമൻട്രി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എത്രയോ ഡിവോട്ടീസ് നമുക്ക് അറിയാം അല്ലേ? ചെറുപ്പകാലത്ത് തന്നെ 3, 4, 5 വയസ്സിൽ തന്നെ ഭഗവത്ഗീത കുറേ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കുക, അതിന് കമൻട്രി പറയുക, അതിനെ വ്യാഖ്യാനം ചെയ്യുക. അതൊന്നും 3, 4 ഏജിലൊന്നും ആർക്കും എന്തുകൊണ്ടാണ്? അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അങ്ങനത്തെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് അവർക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ വിസ്ഡം കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ നല്ല ട്രാൻസെൻഡന്റിസ്റ്റിനെ, അതായത് ഭക്തരുടെ വീട്ടിൽ ജനിക്കുന്ന കുട്ടികളെ ഒക്കെ വളരെ സ്മാർട്ടായിരിക്കും. അതാണ് നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ വളരെ കുട്ടികളുണ്ടോ എത്ര പെട്ടെന്ന് അവർക്ക് ഇത് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. അത് മാത്രമല്ല, അത് പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നു. വെറുതെ ജസ്റ്റ് ബൈഹാർട്ടായിട്ട് പറയല്ല, ആ തത്വങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി അത് പ്രകാരം ഒരു ഭക്തനായിട്ട് ജീവിക്കുന്നു, ഭക്തരുടെ ഇടയിൽ, ഭക്തരുടെ സംഘത്തിൽ. അപ്പൊ ഇതാണ് നമ്മൾ ഇൻ കേസ് നമ്മൾ ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വിഷമിക്കാൻ ആവശ്യമില്ല. നമുക്ക് അടുത്ത ജന്മം നല്ലൊരു ജന്മം കിട്ടും, അവിടുന്ന് നമുക്ക് വീണ്ടും പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. സോ ബർത്ത് ഇൻ എ ഫാമിലി ഓഫ് യോഗീസ് ഓർ ട്രാൻസെൻഡന്റലിസ്റ്റ്, those with great wisdom is praised herein because the child born in such a family receives a spiritual impetus from the very beginning of his life. Okay, ഒരു സ്പിരിച്വൽ ഇമ്പറ്റസ് കിട്ടുന്നുണ്ട് ചെറുപ്പകാലത്ത് മുതൽ തന്നെ. കാരണം ഇതെന്താണ്? ക്യാരി ഫോർവേഡ് ആണ് ഫ്രം പ്രീവിയസ് ലൈഫ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കുട്ടി എത്ര പെട്ടെന്ന് അതൊക്കെ പഠിച്ചെടുക്കുന്നല്ലേ, നല്ല സാധ്യമായിട്ടുള്ള കുട്ടി, എല്ലാ കാര്യത്തിലും വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. മറ്റത് എത്ര ഭഗവത്ഗീത കൊടുത്താൽ അവരെ മാറ്റിവെക്കും, വായിക്കാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഇല്ല. കാരണം ഭൗതിക തലത്തിലുള്ള ആസ്വാദനം ചെയ്ത് ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു ഇൻക്ലിനേഷൻ വേണ്ടേ, ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ. പക്ഷെ ഇവിടെ ഒരു പുസ്തകം കിട്ടുമ്പോഴേക്കും അവർക്ക് അത് വായിക്കണം, അത് കാര്യം മനസ്സിലാക്കണം, അത് പ്രകാരം ജീവിക്കണം. ഇതാണ് ലോങ് ടേം ട്രാൻസെൻഡന്റിസ്റ്റ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മം നമുക്ക് നല്ലൊരു ഭക്തന്മാരുടെ വീട്ടിൽ ജന്മം കിട്ടും. അവിടെ നിന്ന് നമുക്ക് എവിടെ നിർത്തിയോ അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
അവർ സ്പിരിച്വൽ ഇമ്പറ്റസ് അങ്ങനത്തെ കുട്ടികൾക്ക് കിട്ടും നെക്സ്റ്റ് ലൈഫിൽ. ഇറ്റ് ഈസ് എസ്പെഷ്യലി ദ കേസ് ഇൻ ദ ആചാര്യ ഓർ ഗോസ്വാമി ഫാമിലീസ്. അപ്പോൾ ഗോസ്വാമി ഫാമിലീസിൽ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ ഫാമിലീസിൽ ജനിക്കുന്ന കുട്ടികളുടെ കാര്യം അങ്ങനെയായിരിക്കും മിക്കവാറും. എങ്ങനെയാണ് അവർ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജനിക്കാൻ കാരണം? അവർ അതിൻ്റെ പ്രീവിയസ് ലൈഫിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരുപാട് ഭക്തിത സേവനം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വ്യക്തികൾക്ക് മാത്രമാണ് ഒരു ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഗോസ്വാമിമാരുടെ കുടുംബത്തിൽ ജനിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. Such families are very learned and devoted by tradition and training, and thus they become spiritual masters. അങ്ങനെ ആചാര്യന്മാരുടെ ഫാമിലിയിൽ ജനിച്ച് അവർ പിന്നീട് മാതൃകയായിട്ട് മാറും. എങ്ങനെ? സ്പിരിച്വൽ മാസ്റ്ററായിട്ട്. അവർ കുറേ ഡിസൈപ്പിൾസിനെയും ഫോളോവേഴ്സ് ഉണ്ടാക്കി അവർക്കെല്ലാം ഭക്തി സേവനം പറഞ്ഞു കൊടുത്ത് അവരെയും ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കും. In India, there are many such Acharya families, but they have now degenerated due to insufficient education and training. By the grace of the Lord, there are still families that foster transcendentalist generation after generation. It is certainly very fortunate to take birth in such families. വളരെ വളരെ ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ ജന്മം കിട്ടുക എന്ന് പറഞ്ഞ്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഈവൻ ഗർഭധാന സംസ്കാരം, കൺസീവിന്റെ സമയത്ത് ഒരു സംസ്കാരമുണ്ട്. കൺസീവിന്റെ മുമ്പേ നല്ല കുട്ടികൾ പിറക്കാൻ വേണ്ടിയിട്ട്, അതായത് നല്ല ഡിവോട്ടി കുട്ടികൾ പിറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ പിറക്കുമ്പോൾ ആ ഒരു കുട്ടി കാരണം ഒരു ഭക്തനായിട്ടുണ്ടെങ്കിൽ ഈവൻ കംപ്ലീറ്റ് ഫാമിലിക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ നമ്മള് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത, ഭാഗവതം വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി ഉദരത്തിലിരുന്ന് ഇതെല്ലാം ശ്രവിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ നല്ലൊരു ഭക്തന്മാരായിട്ടും തീരും. ഫോർച്ചുനേറ്റ്ലി ഇവിടെ പ്രഭുപാദ പറയുന്നത് നോക്കൂട്ടോ, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ബോത്ത് അവർ സ്പിരിച്വൽ മാസ്റ്റർ ഓം വിഷ്ണുപാദ ശ്രീമദ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ആൻഡ് അവർ ഹംബിൾ സെൽഫ് had the opportunity to take birth in such families by the grace of the Lord, and both of us were trained in the devotional service of the Lord from the very beginning of our lives. അപ്പോൾ രണ്ടുപേരും, അതായത് എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ആൻഡ് മൈ ഹംബിൾ സെൽഫ് പ്രഭുപാദ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വന്നു കിട്ടി, അങ്ങനെ ഒരു ഭക്തന്മാരുടെ ഫാമിലിയിൽ ജനിക്കാനുള്ളത്. എന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം കാരണം നമുക്ക് അവിടുന്ന് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനം വളരെ ചെറുപ്പകാലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരവസരം കിട്ടി. നമുക്കറിയാം പ്രഭുപാദരെ അച്ഛനമ്മയും വളരെ നല്ല ഡിവോട്ടീസ് ആയിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ പ്രഭുപാദെ ഡിവോഷൻ ലൈനിൽ വളർത്തി. അതേപോലെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന് ഭക്തി വിനോദ് ഠാക്കൂർ, അല്ലേ? അദ്ദേഹം ഭക്തി വിനോദ് ഠാക്കൂറിനെ പറയുന്നത് 7th ഗോസ്വാമി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഷഡ് ഗോസ്വാമി നമുക്കറിയാം, ശ്രീരൂപ ശ്രീ സനാതന ഭട്ട രഘുനാഥ, ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ. ഈ 6 ഗോസ്വാമി കഴിഞ്ഞാൽ പിന്നെ 7th ഗോസ്വാമി എന്നുള്ള ടൈറ്റില് നമ്മളുടെ സീനിയർ ഡിവോട്ടീസും ആചാര്യന്മാരും കൊടുത്തത് ആർക്കാണ്? ഭക്തി വിനോദ് ഠാക്കൂർ. ആ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മകനായിട്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ജനിച്ചത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രഭുപാദരുടെ അഭിപ്രായത്തില് എന്താ എനിക്ക് പറയാൻ പറ്റുക, എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ ഈസ് എ വൈകുണ്ഠ പേഴ്സൺ എന്ന് പറയാം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനെ പ്രഭുപാദ ഈസ് എ വൈകുണ്ഠ മാൻ, ഈസ് നോട്ട് ഫ്രം ദിസ് പ്ലാനറ്റ്, ഈസ് എ വൈകുണ്ഠ മാൻ, എ റേ ഓഫ് വിഷ്ണു എന്ന് പറയാം. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി എ റേ ഓഫ് വിഷ്ണു. അപ്പോൾ അങ്ങനത്തെ കുടുംബത്തിൽ ജനിച്ചതാണ് സ്പിരിച്വൽ മാസ്റ്റർ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജും ശില പ്രഭുപാദും. രണ്ടുപേരും നല്ല ഭക്തന്മാരുടെ, അതുകൊണ്ട് വളരെ ചെറുപ്പക്കാലത്തിന് പ്രഭുപാദ 4-ാമത്തെ 5-ാമത്തെ വയസ്സിൽ ജഗന്നാഥ്പുരിയിലെ ചെറിയ രഥം സംഘടിപ്പിച്ച്, രഥയാത്ര സംഘടിപ്പിച്ച് വീട്ടിൽ എല്ലാവരും വിളിച്ച് അച്ഛനോട് പറഞ്ഞ് ഒരു ചെറിയ രഥമൊക്കെ ഉണ്ടാക്കി രഥയാത്ര സംഘടിപ്പിച്ചു. അതിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തു, പ്രസാദം ഉണ്ടാക്കി എല്ലാ നൈബർഹുഡിലും എല്ലാവർക്കും അത് വിതരണം ചെയ്തു. ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയെ കളിക്കാനല്ലാണ്ട് എന്തിനാ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും? എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മളുടെ പൂർവ്വജന്മ അതാണ് സുഹൃതം.
അപ്പൊ ഇതാണ് പറയുന്നത്. ഇപ്പൊ നമ്മളും നമ്മുടെ കുട്ടികളെ ആ രീതിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈഫിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ലൈഫിൽ അവർക്ക് നല്ലൊരു ജന്മം കിട്ടും. നമ്മൾ അടുത്ത ലൈഫിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. നമ്മൾ ഈ ജന്മത്തിൽ പരിശീലിപ്പിച്ചത് ഒരിക്കലും നഷ്ടമാവില്ല. എവിടെ നമ്മൾ അവസാനിച്ചു അവിടെ നിന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ. അപ്പൊ അങ്ങനെ ഗോസ്വാമിമാരുടെയും അതേപോലെ നല്ല നല്ല ഭക്തന്മാരുടെയും വീട്ടിലെ ആചാര്യന്മാരുടെയും വീട്ടില് ആ ആത്മാവിന് ജന്മം കിട്ടും. So later on, we met by the order of transcendental system. അങ്ങനെ ശിഷ്യനും ഗുരുവും ഭഗവാന്റെ ആ പ്ലാൻ പ്രകാരം അവരെ മീറ്റ് ചെയ്തവരാണ്. ആരെ? പ്രഭുപാദ തൻ്റെ സ്പിരിച്വൽ മാസ്റ്ററിനെ കാണുന്നത് ആക്ച്വലി 22ാമത്തെ വയസ്സിലാണ് പ്രഭുപാദ തൻ്റെ സ്പിരിച്വൽ മാസ്റ്ററെ കാണുന്നത്. കൽക്കത്തയിലെ ഉൾട്ടാദണ്ഡ എന്താ പറയുക, ഉൾട്ടദണ്ഡ ആ സ്ഥലത്ത് വെച്ചിട്ട് തൻ്റെ ഒരു മിത്രം പേര് നരേന്ദ്രൻ. ആ നരേന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വാമിജി വന്നിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. അപ്പോൾ പ്രഭു പറഞ്ഞു, ഞാൻ ഒരുപാട് സ്വാമിജിമാരെ സാധുജനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ താല്പര്യമില്ല, ഞാൻ വരുന്നില്ല പറഞ്ഞു. അല്ല, അപ്പം പറഞ്ഞു നരേന്ദ്രൻ കൂട്ടുകാരൻ പറഞ്ഞു, ഇത് അങ്ങനത്തെ സ്വാമിയല്ല, വന്ന് കാണണം, ആ കാണുമ്പോഴേ അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ മഹത്വം. അപ്പം അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടായതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി അവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ബാക്കിലിരുന്നു. അവിടെ നമസ്കരിച്ചിരുന്ന സ്ഥലത്ത് തന്നെ അവർ നമസ്കരിച്ച് എഴുന്നേറ്റ് കുമ്പിട്ടിട്ട് എഴുന്നേറ്റില്ല. അപ്പോഴേക്കും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പോയിന്റ് ചെയ്തു. ആരെ? ഭക്തി കൃഷ്ണപ്രഭു, അന്ന് അഭയചരൻ ചോദിച്ചു, വൈ ഡോണ്ട് യു പ്രീച്ച് ദ ഗ്ലോറീസ് ഓഫ് ദ ചൈതന്യ ഇൻ ദ വെസ്റ്റേൺ വേൾഡ്? ആരാണെന്ന് അറിയില്ല, അവിടെ വന്ന് ഇരുന്ന് നമസ്കരിച്ച് എഴുന്നേറ്റുള്ളൂ. അപ്പൊ പോയിന്റ് ചെയ്ത പ്രഭുപാദ്, എന്തുകൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ടീച്ചിങ്സ് പാശ്ചാത്യ ദേശത്ത് നിങ്ങൾ പ്രചരിപ്പിക്കും? നിങ്ങളെല്ലാം പഠിച്ച ഇംഗ്ലീഷൊക്കെ അറിയുന്ന കുട്ടികളല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആദ്യത്തെ തന്നെ ഫസ്റ്റ് അറിയില്ല ആരെ. അപ്പോഴാണ് പറയുന്നത്. അപ്പൊ പ്രഭുപാദ് ചോദിച്ചു, ആദ്യം നമുക്ക് ഫ്രീഡം കിട്ടണ്ടേ? നമ്മുടെ ബ്രിട്ടീഷുകാരുടെ അധീനത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമല്ല ആദ്യം നമുക്ക് കിട്ടണ്ടേ, അതിന് ശേഷമല്ലേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറഞ്ഞു, അതല്ല അർജന്റ്, ഇതാണ് അർജന്റ്. ഫ്രീഡം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതായത് ഇന്നൊരു ഗവൺമെന്റ് ആയിരിക്കും, നാളെ വേറൊരു ഗവൺമെന്റ് ആയിരിക്കും. ഇന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്, നാളെ വേറെ വല്ലവരും കീഴിലായിരിക്കും. ഇത് വന്നും പോയി കൊണ്ടിരിക്കും. പക്ഷെ ഇത് എമർജൻസിയാണ്. എന്താണ് എമർജൻസി? ഈ പ്രൊപ്പഗേഷൻ, ഈ സ്പിരിച്വൽ സെർമൺ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എമർജൻസിയാണ്. നമ്മളെല്ലാവരും ഈ മെറ്റീരിയൽ വേൾഡ്, ഈ ഭൗതിക ലോകത്തിലെ സഫറിങ്, വി ആർ പെർപെച്വലി സഫറിങ്. അപ്പോൾ മറ്റത് ഗവൺമെന്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് ചിലപ്പോൾ വല്ലവരും അധീനത്തിലായിരിക്കും, നാളെ നമ്മൾ സ്വതന്ത്രരാകും, വീണ്ടും അധീനത്തിൽ വരും. ഇത് എറ്റേണലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഭൗതിക ലോകത്തിൽ. ഒന്നൊരു ശാശ്വതമല്ല. പക്ഷെ ഇത് മസ്റ്റാണ്, ഇത് എമർജൻസിയാണ്, ഇതിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ പ്രഭുപാദിക്ക് മനസ്സിലായി, ശരിയാണ്, ഇതാണ്. അപ്പൊ തന്നെ മനസ്സിൽ വിചാരിച്ചു, ഇദ്ദേഹമാണ് എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ. അങ്ങനെ 1922 തോന്നുന്നു, 22-23 വയസ്സിലാണ് ശില പ്രഭുപാദർ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിമാരെ പറയുന്നത്. അതെന്താണ് പറയുന്നത്? വി മെറ്റ് ബൈ ദ ഓർഡർ ഓഫ് എ ട്രാൻസെൻഡന്റൽ സിസ്റ്റം. ഇറ്റ്സ് നോട്ട് ആക്സിഡന്റൽ. ബൈ ദ ഓർഡർ ഓഫ് ദ ട്രാൻസെൻഡൽ സിസ്റ്റം. ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ പ്ലാനാണ് അതവിടെ. ആക്സിഡന്റൽ അല്ല അത്. എങ്ങനെ കാണും? അപ്പൊ നമ്മള് പല ആൾക്കാരായിട്ടും പരിചയപ്പെടും. ഓക്കെ, ചില ആൾക്കാരായിട്ട് വളരെ ക്ലോസ് ആവും, ചില ആൾക്കാർക്ക് ജസ്റ്റ് ഹായ്, ഹരേ കൃഷ്ണ, ഹൗ ആർ യു, ഒരു ആ ഫ്രണ്ട്. പക്ഷെ ചില ആൾക്കാർ വളരെ, ഇതൊന്നും ഒരു ആക്സിഡന്റൽ അല്ല, ഇതെല്ലാം മുൻകൂട്ടി വിധിക്കപ്പെട്ടതാണ്. ഓരോരുത്തരും പരസ്പരം അടുക്കുന്നതും പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നതും ഇതെല്ലാം ഡിസ്റ്റൈൻഡ് ആണ്, ഒന്നും ആക്സിഡന്റ് അല്ല. അതാണ് പറയുന്നത്, നമ്മളെ ഭക്തിയുത സേവനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദർ ഇസ് നോ ലോസ് ഓർ ഡിമിനിഷൻ. അല്ലേ? നേഹ വിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. അതിലൊരിക്കലും ഒരു
ഒരു നഷ്ടം വരുന്നില്ല, അതിലൊരു കുറവും വരുന്നില്ല. അത് അതേപോലെ നമ്മുടെ ക്രെഡിറ്റിൽ സുഹൃതി സ്പിരിച്വൽ ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കും. നമ്മൾ 10% ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ 11% മുതൽക്ക് നമുക്ക് ചെയ്യാനുള്ള അവസരം ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്കത് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ട്രാൻസെൻഡന്റ്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഷോർട്ട് ടേം ആൾക്കാർ എന്ത് ചെയ്യുന്ന, അവര് ഉപരിലോകങ്ങളിൽ സ്വർഗലോകങ്ങളിൽ പോയി ആസ്വദിച്ച് ഭൗതിക സുഖങ്ങൾ കൂടുതൽ ആസ്വദിച്ച് വീണ്ടും ധനാഠ്യന്മാരുടെ ഒരു വീട്ടിൽ ജനിക്കും. അപ്പോൾ ആ ധനാഠ്യന്മാരുടെ വീട്ടിൽ ജനിച്ചാൽ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, കൂടുതൽ ധനമുള്ളതുകൊണ്ട് വഴിതെറ്റി പോവാം. മറ്റത്, നമുക്ക് ആ ധനമുള്ളത് കൊണ്ട് എല്ലാ കംഫർട്ട്സും ഉള്ളത് കൊണ്ട് നമുക്ക് റൊട്ടി കപ്പട മക്കാൻ അതിന്റെ പ്രശ്നമില്ലാത്തത് കൊണ്ട് നമുക്ക് ഭക്തിയുത സേവനം ചെയ്തിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 പോസിബിലിറ്റീസ് ആണ്. അവിടെ വഴിതെറ്റി പോകാനും പറ്റും, അതേപോലെ ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ലോങ് ടേം ട്രാൻസെൻഡന്റിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ട്രാൻസെൻഡന്റിസ്റ്റിന്റെ വീട്ടിലെ ആചാര്യന്മാരുടെ വീട്ടിലെ ഗോസ്വാമിമാരുടെ വീട്ടിലെ ആൾറെഡി അവരെല്ലാം പ്യൂർ ഡിവോട്ടി, അവരുടെ വീട്ടിൽ ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭക്തിയിൽ തന്നെ പ്രോഗ്രസ് കിട്ടും. ഈ 2 കാറ്റഗറീസിലാണ് നമ്മൾ ജനിക്കുക, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. അർജുനൻ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അർജുനൻ ഓൾറെഡി ലിബറേറ്റഡ് ആണ്. അർജുനൻ ഭഗവാന്റെ ഉത്തമ സുഹൃത്തുമാണ്, പരമഭക്തനുമാണ്. അർജുനെ സംബന്ധിച്ചോളം ഈ ചോദ്യത്തിന്റെ ഒരു ആവശ്യമില്ല. ചോദ്യം ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പല ആൾക്കാരും ചോദിക്കും, നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, നമ്മൾ കുറച്ചു കാലം ചെയ്തു, നമ്മൾ ബ്രേക്ക് ചെയ്ത് മുഴുവൻ നഷ്ടപ്പെടും. അങ്ങനത്തെ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ചോദ്യമാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം നമുക്ക് നമ്മൾ ചോദിക്കാണ്ട് തന്നെ മനസ്സിലായി. ടെക്സ്റ്റ് 43. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവ ദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധോ കുരു നന്ദന. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവ ദേഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധോ കുരു നന്ദന. ശ്രീദേവ് മാതാജി. ഹരേ കൃഷ്ണ. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യദദേച്ച തദോ ഭൂയ സംസിദ്ധിം കുരു നന്ദന. ഹരിബോൾ. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യദതേ ച തദോ ഭൂയ സംസിദ്ധ കുരു നന്ദന. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടങ്ങുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരിബോൾ. On taking such a birth, he revives the divine consciousness of his previous life, and he again tries to make further progress in order to achieve complete success, O son of Guru. അർജുന, അവരെ അങ്ങനെ അവർക്ക് അവരുടെ ജന്മം കിട്ടിയ ശേഷം അവർ റിവൈവ് ചെയ്യും. എന്താണ് റിവൈവ് ചെയ്യുക? അവരുടെ ആ ആത്മീയ ചേതന എവിടെ നിന്നുവോ അവിടെ നിന്ന് അവർ കണ്ടിന്യൂ ചെയ്യും, റിവൈവ് ചെയ്യും ഡിവൈൻ കോൺഷ്യസ്നസ് പ്രീവിയസ് ലൈഫ് എന്ന്, പിന്നെ മുമ്പിലത്തെ ജന്മത്തിൽ നിന്ന്. ആൻഡ് ഹി അഗെയിൻ ട്രൈസ് ടു മേക്ക് ഫർദർ പ്രോഗ്രസ്. വീണ്ടും പ്രോഗ്രസ് എവിടെ നിർത്തി അവിടെ നിന്നുള്ള പ്രോഗ്രസ് അവിടെ തുടങ്ങും. എന്നിട്ട് ഇൻ ഓർഡർ ടു അച്ചീവ് കംപ്ലീറ്റ് സക്സസ്, പൂർണ്ണമായിട്ടും വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട്. സൺ ഓഫ് ഗുരു. ഇപ്പോൾ കൃതി മഹാറാണി പറയുന്നുണ്ട്, ജന്മൈശ്വര്യ ശ്രീബീർ ഏതമാനോ മദപ്പുമാൻ. അതായത് ജന്മ ഐശ്വര്യ ശ്രുത ശ്രീ. ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ജന്മം, നല്ല കുലത്തിൽ ജനിക്കുക. നമ്മൾ പറയല്ലേ കുലമഹിമ. തറവാട്ട് ഏത് കണ്ടോ, ആ തറവാട്ടിൽ ജനിച്ചിട്ട് ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിക്കുന്ന പറയും. ആ തറവാട്ടിന്റെ പേരും കൂടി നശിപ്പിക്കാന്ന് പറയും അല്ലേ. ഒരു നല്ലൊരു തറവാട്ടിന്റെ പേര് നമ്മൾ അത് അതിന് ഒരു ഇത് റെസ്പെക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങൾ ചെയ്യണം, സുഹൃതം ചെയ്യണം,
നമ്മൾ ദുഷ്പ്രവൃത്തി ചെയ്താൽ ആ കുലത്തിന്റെ പേര് ദുഷിക്കലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ജന്മം പറയുന്നത് ഇവിടെ ബുദ്ധിമാൻ. നല്ലൊരു ജന്മം, നല്ലൊരു ഡൈനാസ്റ്റി, നല്ലൊരു കുലത്തിൽ ജനിക്കുക പറയുന്നത് നല്ലതാണ്. പക്ഷെ അതിന് ദുഷ്പേര് വരുത്താൻ പാടില്ല നമ്മൾ ദുഷ്കൃതി ചെയ്തിട്ട്. അങ്ങനെ സംഭവിക്കാം. അപ്പൊ ജന്മം, നല്ലൊരു ജന്മം കിട്ടിയാണ്ട് നമുക്ക് ഗ്യാരണ്ടി, ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ നല്ല വഴിക്ക് പോകുന്നുണ്ടത്. അത് നമ്മളുടെ അഹങ്കാരത്തിന് ചിലപ്പോൾ അത് കൂടുതലാക്കാണ്ട് ഒരു വഴി ഒരുക്കും. അഹങ്കാരം എന്താണ്? എനിക്ക് എല്ലാ കഴിവുണ്ട്, നല്ല കുലത്തിനാ ജനിക്കുന്നത്, എനിക്ക് എല്ലാ അറിവുണ്ട്, എനിക്ക് സമ്പാദ്യമുണ്ട്, എനിക്ക് ധനമുണ്ട്, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ജന്മം കൊണ്ട് അങ്ങനെ നല്ലൊരു ഇത് കിട്ടിയാൽ ചീത്ത വഴിക്ക് പോകാണ്ടൊരു അവസരം കൂടി ഉണ്ടാന്ന് പറയാം. ഐശ്വര്യം, ഓപ്പുലൻസ് ഒക്കെ, അതായത് ധനം. ജന്മം അത് നല്ലതായി, നല്ല കുലത്തിൽ ജനിച്ചു, അവിടെ എന്തായി? നല്ല ധനമുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ധനമുണ്ട്. അപ്പൊ ആ ധനം എന്തായി? നമ്മൾ ചിലപ്പോൾ ചീത്ത കൂട്ടുകളിലേക്കും ചീത്ത കാര്യങ്ങളിലേക്കും നമ്മളെ നയിക്കാനുള്ള, നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത അവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ ജന്മം ഐശ്വര്യം. ശ്രുത പിന്നെ എങ്ങനെ കേടുവരാൻ ചാൻസ്? ശ്രുത മീൻസ് എഡ്യൂക്കേഷൻ. നല്ല നോളേജ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാം, എക്സ്പേർട്ടാണ് പല ഫീൽഡിലും, മെറ്റീരിയലി സ്പീക്കിംഗ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എനിക്ക് അറിവുണ്ട്. അപ്പോൾ അവർ നമ്മളെന്തായി? അഹങ്കാരികളായി, പ്രൗഡ്. എൻ്റെ അത്ര വിവരം ആർക്കും ഇല്ല, അതുകൊണ്ട് അവിടെ അഹങ്കാരം വന്നു. അഹങ്കാരം തലയിൽ കയറി എന്തായി? നാശം, അല്ലേ? പിന്നെ ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗന്ദര്യം. അപ്പൊ ബ്യൂട്ടി. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അവിടെ സൗന്ദര്യം കൂടിയാൽ അവിടെയും പ്രശ്നം, അവർക്കും അഹന്തരം ഉണ്ടായിരിക്കും. പുരുഷന്മാർക്കും ആ സൗന്ദര്യം കൂടിയാൽ അവർക്കും അഹന്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ജന്മ, ഐശ്വര്യ, ശ്രുത, ശ്രീ, ഇത് നാലും നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് നാശമായി തീരും. അപ്പൊ അതുകൊണ്ട് കുന്തി മഹാറാണി പറയുന്നത് ഇത് നാലും ഇല്ലാതിരിക്കാൻ നല്ലത്, ആ പ്രശ്നമില്ല. ഇത് നാലും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വഴി തെറ്റി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഭക്തി കിട്ടിക്കൊള്ളുന്ന നിർബന്ധമില്ല. കാരണം വെച്ചാൽ എല്ലാ അവസരവും അവര് തെറ്റായിട്ട് വഴിക്ക് പോകാനാണ്. കാരണം വെച്ചാൽ ഒന്നിനും പ്രശ്നമില്ല, നല്ല ഐശ്വര്യമുണ്ട്, പിന്നെ അതുപോലെ നല്ല സൗന്ദര്യമുണ്ട്, നല്ല നോളജ് ഉണ്ട്, നല്ല കുലത്തിലാ ജനിച്ചിരിക്കുന്നത്, ഒന്നിനും ഒരു കുറവുമില്ല. അപ്പൊ ഞാൻ ആരോട് കണക്ക് പറയണം, ആരെ പേടിക്കണം? അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വരുമ്പോൾ കൂടുതൽ ചാൻസ് എന്താണ്? ഭക്തിയുത സേവനത്തിലൂടെ അവർ വളരില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതാണ് കുന്തി മഹാറാണി പറയുന്നത്. ഇങ്ങനത്തെ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയ ഒരു ജന്മം എന്താണ്? ബുദ്ധിമുട്ടാണ്. ഒരു തരത്തില് കിട്ടാതിരിക്കുകയാണ്. ഒന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താണ്? അപ്പൊ അവിടെ കൂടുതൽ ഡിപ്പെൻഡൻസി വന്നു, നമ്മൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് പൈസ ഇല്ലാത്ത ഒരാൾക്ക് ഒരു 10 രൂപ കിട്ടിയാൽ അതിന്റെ വില എന്തായിരിക്കും, അല്ലേ? അവർക്കൊരു 1 മില്യൺ റുപ്പീസ് കിട്ടിയാൽ ഇതാണ്. ഒരു പൈസ ഉള്ള ഒരാൾക്കാർക്ക് ഒരു 1 മില്യൺ കിട്ടിയാലും എന്താ? ഒന്നുമില്ല. അവർക്ക് കാണിച്ചാൽ അവർ ഇഷ്ടം പോലെ പണത്തിൽ കടന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് അപ്പോൾ ഭഗവാനെ ഓർക്കാനും എല്ലാം ഭഗവാനെ തരുന്നത്, അപ്പോൾ ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാനും ഉള്ള, ഭഗവാനെ ആശ്രയിക്കാനുള്ള ആ ഒരു ചിന്താഗതി അവിടെ വരും. അപ്പൊ ഇവിടെ അങ്ങനെ നല്ലൊരു ഗോസ്വാമിയുടെ ആചാര്യന്മാരുടെ വീട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് എവിടെയാണ് നിർത്തിയ അവിടുന്ന് ആ ഡിവൈൻ കോൺഷ്യസ്നെസ് റിവൈവ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും എന്നാണ് പറയുന്നത്. കിങ് ഭരത, who took his third birth in the family of a good Brahmana, is an example of good birth for the revival of previous transcendental consciousness. നമുക്കറിയാം ഭരത മഹാരാജാവിന്റെ സ്റ്റോറി. രാജാവായിരുന്നു, പിന്നെ മാനായിട്ട് ജനിച്ചു, പിന്നെ ജഡഭരതനായിട്ട് ഒരു ബ്രാഹ്മണന്റെ കുടുംബത്തിൽ ജനിച്ചു. അതെ, കിങ് ഭരത വാസ് ദ എംപറർ ഓഫ് ദ വേൾഡ്. ചക്രവർത്തി സാമ്രാജ്ഞി ആയിരുന്നു. ആൻഡ് സിൻസ് ഹിസ് ടൈം ദിസ് പ്ലാനറ്റ് ഹാസ് ബീൻ നോൺ എമംഗ് ദ ഡെമിഗോഡ്സ് ഭാരതവർഷ. അങ്ങനെ അദ്ദേഹത്തിന്റെ പേരിന് പിന്നാലെയാണ് ഈ രാജ്യം ഭാരതവർഷമായിട്ട് അറിയാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ ആർഭാടമായിട്ട് ജീവിച്ച ഒരു രാജാവായിരുന്നു ഇത്.
ചക്രവർത്തി സാമ്രാട്ടാണ്. ഈ ഭാരതവർഷത്തിലെ കംപ്ലീറ്റ് ഭാരതവർഷത്തിന്റെ ചക്രവർത്തി സാമ്രാട്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അദ്ദേഹത്തിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആനകള്, കുതിരകള്, മിനിസ്റ്റേഴ്സ്, കൊട്ടാരങ്ങള്, എല്ലാം എന്തു വേണോ ആവശ്യമുണ്ടോ അതെല്ലാം അദ്ദേഹത്തിന്റെ അറ്റ് ഹിസ് കമാൻഡ്. എവറിബഡി ആൻഡ് എവറിത്തിങ് ഈസ് റെഡി. എല്ലാ അമ്യൂണിറ്റീസും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ആ ഒരു രാജാവ് തൻ്റെ രാജ്യം ത്യജിച്ചിട്ട് കാട്ടിലേക്ക് പോയി. എന്തിന്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാ അമ്യൂണിറ്റീസും എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആർഭാടങ്ങളും വിട്ടെറിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം സ്ഥിതി? അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടുന്ന തന്നെയാണ്. അതാണ് പ്രഭാത് പറയുന്നത്, കിങ് ഭരത ഹു ടുക്ക് ഹിസ് തേർഡ് ബർത്ത് പറഞ്ഞാൽ മൂന്നാമത്തെ. അപ്പൊ ഇങ്ങനെ ആർഭാടമായിട്ട് ജീവിച്ച ആ ഒരു വ്യക്തി സന്യസിക്കാൻ പോയി. യോഗ പ്രാക്ടീസ് ചെയ്യാൻ പോയി, യോഗാഭ്യാസത്തിന് പോയി. പക്ഷെ നിർഭാഗ്യവശാൽ ചെറിയൊരു ആസക്തി മാൻകുട്ടിയോട് തോന്നി. മരിക്കുന്ന സമയത്ത് ആ മാൻകുട്ടിയെ ഓർത്തു. അതുകൊണ്ട് മാനായിട്ട് ജനിച്ചു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, യം യം വാപി സ്മരൺ ഭാവം ത്യജതന്തേ കലയവരം തം തം ഏവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിത. എന്താണോ നമ്മൾ മരിക്കുന്ന സമയത്ത്, നമ്മൾ ദേഹം വെടിയുന്ന സമയത്ത് സ്മരിക്കുന്ന ആ ഭാവത്തിന് നമുക്ക് ജന്മം കിട്ടും. അപ്പൊ എന്താണ് ഭരത് മഹാരാജാവ് ദേഹം വെടിയുന്ന സമയത്ത് ഓർമ്മിച്ചിരുന്ന തൻ്റെ മാൻകുഞ്ഞിനെ? അങ്ങനെ മാനായിട്ട് ജനിച്ചു. പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭരത് മഹാരാജാവിന് തൻ്റെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. താൻ ചെയ്ത മിസ്റ്റേക്ക് ഓർമ്മ വന്നു. പിന്നെ വീണ്ടും മൂന്നാമത്തെ ജന്മം ജഡഭരതനായിട്ട്. അപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞ 2 ജന്മത്തെയും ഓർമ്മ ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് ഒരു മിസ്റ്റേക്ക് ഇനി വരാൻ പാടില്ല. അങ്ങനെ ജഡഭരതനായിട്ട്, ജഡ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ജീവനില്ലാത്ത പോലെ, ജഡവസ്തു പറയില്ലേ, ലിവിങ് ഡെഡ്. അങ്ങനെയായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അതിന് പ്രതികരിച്ചാലേ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഒന്നിനും പ്രതികരിക്കില്ല. ഒരു കല്ലായിട്ട് നമ്മൾ പറയില്ല, എന്താ ഇദ്ദേഹത്തിന്റെ ഹൃദയം കല്ലാണോ? ഒന്ന് പറഞ്ഞാലും ഒരു റിയാക്ഷനും ഇല്ല. അതേപോലെ ജഡഭരതനായിട്ടാണ് മൂന്നാമത്തെ ലൈഫ്. അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണന്റെ ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷെ അവിടെ ഭരത മഹാരാജാവ്, അതായത് മൂന്നാമത്തെ ജന്മ ജഡഭരതൻ, ഒന്നിനെയും റിയാക്ട് ചെയ്യില്ല. ആരെന്ത് പറഞ്ഞാലും ഒരു മൂഢനെ പോലെ, ഒരു നിർജീവമായിട്ടുള്ള ഒരു വസ്തുവിനെ പോലെ അവിടെ പ്രതികരിക്കാണ്ട് ജീവിച്ചു. കാരണം നമുക്കൊരു ആസക്തി വരാൻ പാടില്ല. പ്രതികരിച്ചാൽ അതിൻ്റെ റിയാക്ഷൻ കിട്ടും. അതുകൊണ്ട് ഒന്നിനും ആസക്തി ഇല്ലാണ്ട്, ഒന്നിനോടും ഒരു റിയാക്ഷനും ഇല്ലാണ്ട് അദ്ദേഹം ആ ജന്മം പോകും. പിന്നീടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ലിബറേഷൻ ടു ദ സ്പിരിച്വൽ വേൾഡ്. So King Bharata was the emperor of the world, and since his time this planet has been known among the demigods as Bharatavarsha. Formerly it was known as Ilavrta Varsha, Ajnaba Varsha എന്നും പറയുമായിരുന്നു. ഇലാവൃത വർഷ ആയിരുന്നു നമ്മുടെ ഈ ഭാരതത്തിന്റെ പേര് പഴയത്. The emperor at an early age retired for spiritual perfection but failed to achieve success. അപ്പോൾ അദ്ദേഹം ഇതേപോലെ എന്താണ്? അൺസക്സസ്ഫുൾ യോഗിയാണ്. He retired from family life but failed to achieve it. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. So in his next life he took birth in the family of a good Brahmana. നല്ല ബ്രാഹ്മണന്റെ വീട്ടില് ജന്മം കിട്ടി. And was known as Jadabharata because he always remained secluded and did not talk to anyone. ആരോട് സംസാരിച്ചില്ല, ഒരു ഇന്ററാക്ഷനും ഇല്ല, ഒരു ജഡമായിട്ട് തന്നെ ജീവിച്ചു. And later on he was discovered as the greatest transcendentalist by King Raghuna. നമുക്കറിയാം സ്റ്റോറി. രഘുഗുണൻ പല്ലക്കിലെ ആൾക്കാരെ ഏറ്റിക്കൊണ്ടുപോയിരുന്നു. അപ്പോൾ പല്ലക്കിൽ ഒരാൾ എന്തോ കാരണവശാൽ ഒരാൾ കുറവായിരുന്നു. അപ്പോൾ ഒരു നല്ല തടിയുള്ള ആൻഡ് ഫാറ്റ് ആൻഡ് സ്റ്റൗട്ട് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ തെരഞ്ഞെടുക്കുകയായിരുന്നു പല്ലക്ക് പൊന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവസാനം ഈ ജഡഭരതനെ കണ്ടത്. ജഡഭരതനെ വിളിച്ചു. അപ്പോൾ അയാളൊന്നും റിയാക്ട് ചെയ്തില്ല. അയാൾ വിളിച്ചു, പോയി എടുക്കാൻ പറഞ്ഞു, പല്ലക്ക് എടുക്കാൻ പറഞ്ഞു. പല്ലക്ക് എടുത്തു. അപ്പോൾ അദ്ദേഹം സാധാരണ വ്യക്തിയല്ല. നടക്കുന്ന സമയത്ത് ഉറുമ്പിനെ കാണുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. അപ്പോൾ പല്ലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ രഘുഗുണൻ രാജാവിന് ദേഷ്യം വന്നു. ഇത് ആരാണ് ചെയ്യുന്നത്?
അതെ, അദ്ദേഹത്തിന് സ്മൂത്ത് റൈഡിങ് കിട്ടുന്നില്ല. ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും. അപ്പോൾ അവിടുന്ന് ചീത്ത പറയാണ് ആരെ? ജഡഭരതന്. എന്താണ് വിചാരിച്ചത്? ഞാൻ രാജാവാണ് ഇവിടെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതാണ് ജോലി, അങ്ങനെ ചെയ്ത് പറഞ്ഞു. അപ്പോഴാണ് ജഡഭരതൻ വായ തുറക്കുന്നത്. എന്നിട്ട് രഘുഗുണനെ പറഞ്ഞു കൊടുക്കാണ് ആരാണ് തങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ രാജാവാണ്, ഇത് ശരീരം മാത്രമാണ്, ഈ രാജാവ് എന്നത് ഉപാധി മാത്രമാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ആത്മാവാണ്. ആ ആത്മാവിന് മരണമില്ല, ജനനമില്ല. ഈ ശരീരം താൽക്കാലികമാണ്. ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ശരീരം കിട്ടും നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ സ്പിരിച്വൽ സെർമൺ ആർക്ക് കൊടുത്തു? രഘുഗണമാണ്. അങ്ങനെ ഉടനെ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്, ഇങ്ങനത്തെ ഒരു ഡിവോട്ടിയാണ്, അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. മാപ്പ് ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ വീണിട്ട് അവിടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആര്? രഘുഗണ രാജാവ്. അങ്ങനെ ഭരതൻ ആ ജഡഭരതൻ അദ്ദേഹത്തിന് ശിഷ്യത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഫ്രം ഹിസ് ലൈഫ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ട്രാൻസെൻഡന്റൽ എൻഡേവേഴ്സ് ഓർ ദ പ്രാക്ടീസ് ഓഫ് യോഗ നെവർ ഗോ ഇൻ വെയിൻ. അപ്പൊ ഈ ലൈഫിൽ നിന്ന്, ജഡഭരതന്റെ ഈ ലൈഫിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഉണ്ട്. ഒരുപാട് നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പ്രബോധയോട് പറയുന്നത്, ഈ ജഡഭരതന്റെ ലൈഫിൽ നിന്ന് നമുക്ക് 3 ലൈഫിൽ നിന്ന്, കിങ് ജഡഭരത, ഡിയർ ജഡഭരത ആൻഡ് കിങ് ഭരത, ഡിയർ ഭരത ആൻഡ് ജഡഭരത, ഈ 3 ലൈഫിൽ നിന്ന് നമുക്ക് ഇതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ചെയ്ത ഭക്തി സേവനം ഒരിക്കലും നശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു താഴ്ന്ന യോനിയിൽ ജന്മം കിട്ടി അല്ലെ? ആ സാമ്രാട്ട്, ചക്രവർത്തി സാമ്രാട്ടായിരുന്നില്ല ആ ഭരത മഹാരാജാവ്. ആസക്തി കാരണം, മാനിനോട് ആസക്തി കാരണം മാനായിട്ട് ജനിച്ചു. ശരീരം താഴ്ന്ന ലെവലിലേക്ക് പോയി. ഭക്തി പോയോ? ഭക്തിക്ക് കുറവുണ്ടായോ? ഭക്തിക്ക് കുറവുണ്ടായില്ല. ഭക്തി അതേപോലെ അവിടെ നിന്നു. ഭക്തിക്ക് ഒരു ഓട്ടം പറ്റിയില്ല. വീണ്ടും ജഡഭരതനായിട്ട് നിന്നു. ഭക്തി അപ്പോഴും അതേപോലെ ഉണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹം എന്തായത്? ലിബറേറ്റഡ് സ്റ്റേജിലേക്ക് പോയത്. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഏത് ജോനിയിൽ ജനിച്ചാലും ശരി, നമ്മൾ എത്ര ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ആ ഭക്തി ഒരിക്കലും കുറയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. നെവർ ഗോ ഇൻ വെയിൻ. പ്രാക്ടീസ് ഓഫ് യോഗ ഓർ പ്രാക്ടീസ് ഓഫ് എനി യോഗ ഫോർ ദാറ്റ് മാറ്റർ നെവർ ഗോ ഇൻ വെയിൻ. ഒരിക്കലും അത് നശിക്കില്ല, വ്യർത്ഥമാവില്ല എന്നാണ് പറയുന്നത്. So by the grace of the Lord, the transcendentalist gets repeated opportunities for complete perfection in Krishna consciousness. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള ഭക്തന്മാരെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അവർക്ക് അവസരം കിട്ടിക്കൊണ്ടേയിരിക്കും. ടിൽ സച്ച് ടൈം ദാറ്റ് ഹി ഗെറ്റ്സ് ലിബറേറ്റഡ് ഫ്രം ദിസ് മെറ്റീരിയൽ. നമ്മൾ പൂർണ്ണമായിട്ടും വിജയം കൈവരിച്ച് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നത് വരെ നമുക്ക് ഈ അവസരം തന്നുകൊണ്ടേയിരിക്കും ഭഗവാൻ. അയ്യോ മടുത്തു, എത്ര പ്രാവശ്യം ഇവർക്ക് ചാൻസ് കൊടുക്കുന്നത്, ഇനി ഞാൻ കൊടുക്കില്ല, അങ്ങനെ ഭഗവാൻ പറയില്ല. ഭഗവാൻ വെരി മേഴ്സിഫുൾ അല്ലെ? നമ്മൾ സ്കൂളിൽ ഇപ്പോൾ 2 പ്രാവശ്യം തോറ്റു, 3 പ്രാവശ്യം തോറ്റു, എന്തിനാ നീ സ്കൂളിൽ വരണ്ട, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോട്, നീ പഠിച്ചിട്ട് കാര്യമില്ല, വെറുതെ നിങ്ങളുടെ സമയം എൻ്റെ സമയം സ്കൂളിന്റെ സമയം എല്ലാം കളയാന്ന് പറയും അല്ലേ? പക്ഷെ ഭഗവാൻ പറയും അങ്ങനെ. എത്ര മില്യൺസ് ഓഫ് ബർത്ത് നമ്മൾ എടുക്കുന്നത്, എന്നിട്ട് നമ്മൾ സക്സസ് വിജയം കൈവരിച്ചില്ലെങ്കിൽ വീണ്ടും ചാൻസ് കൊടുക്കും. ആ മാതാജി. അപ്പൊ ചാൻസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ജയിക്കുന്നവരെ, എത്ര തോറ്റ അമ്പയാലും ശരി വീണ്ടും ചാൻസ് തരും. ഇനി ജയിച്ചില്ലെങ്കിൽ വീണ്ടും ചാൻസ് തരും. അപ്പൊ നമ്മള് ജയിക്കുന്നവർ, എന്താണ് ജയം? നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് പോവുക, അതാണ് ജയം. അതുവരെ നമുക്ക് റിപ്പീറ്റഡ്ലി ചാൻസ് ആണ്, ഗെറ്റ്സ് റിപ്പീറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കംപ്ലീറ്റ് പെർഫെക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രതീക്ഷ എപ്പോഴും വയ്ക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിജയം കൈവരിക്കും. ഈ ഭൗതിക ലോകത്ത് നിന്ന് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള അവസരം ഭഗവാൻ തീർച്ചയായിട്ടും തരും. നമ്മളെക്കാട്ടിലും കൂടുതൽ ആഗ്രഹം ഭഗവാനാണ് നമ്മളെ തിരിച്ച് ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാൻ. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്, അമ്യൂണിറ്റീസ് ഉണ്ട്, കുറെ ആസ്വാദനം ഉണ്ട്, നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം, പിന്നെ നോക്കാം, എന്തിനത്ര ധൃതി, ഈ ജന്മം അല്ലെങ്കിൽ കുറെ ജന്മങ്ങളുണ്ട്, അപ്പൊ പോവാം.
ഇപ്പൊ നമ്മളിപ്പോ എൻജോയ് ചെയ്യട്ടെ എന്ന് ആരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഭഗവാൻ എത്രത്തോളം അച്ഛനും അമ്മയ്ക്കും തന്റെ മക്കള് തന്റെ അടുത്തേക്ക് വരണം, തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം കൂടുതലാണ് മക്കളെക്കാളും. അതേപോലെ അച്ഛൻ, നമ്മുടെ സുപ്രീം ഫാദർ ശ്രീകൃഷ്ണനാണ്, ഹീസ് മോർ ഈഗർ ടു ടേക്ക് us ബാക്ക് ഹോം, ബാക്ക് ടു വേർഡ്. നമ്മളെക്കാളും കൂടുതൽ ആ തീവ്രമായിട്ടുള്ള ഇച്ഛ ആർക്കാണ്? നമ്മുടെ സുപ്രീം ഫാദറിനാണ്. അതുകൊണ്ട് ഹീസ് ഗിവിങ് us all opportunities, എല്ലാ അവസരങ്ങളും നമുക്ക് തരും. എപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളുടെ ഈ ചെവിയിലെ ഡെഫ് ഇയർ ഇതിൽ പോവില്ല എന്ന് മാത്രം. നമ്മളത് ചെവിക്കൊള്ളില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മളെ അദ്ദേഹം അത് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ ഭൗതിക ലോകത്തിലും ജീവിതത്തിലെ ആസ്വാദനത്തിലും മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും ഈ ചെവിയിൽ പോകുന്നില്ല. അവിടെ കോട്ടം പെട്ടിട്ടിരിക്കുകയാണ്, ഒന്നും പോകുന്നില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 44. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹി അവസോപി സാം ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹി അവസോപി സാം ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹി അവസോപി സാം ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. സിനിമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സാ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പൂർവാഭ്യാസേന തേനൈവ ക്രിയതേ ഹ്യവശോ അഭി സഹ ജിജ്ഞാസൂരഭിയോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായി തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. ഹരേ കൃഷ്ണ പ്രഭു. Very good. By virtue of the divine consciousness of his previous life, he automatically becomes attracted to the yogic principles, even without seeking them. Such an inquisitive transcendentalist stands always above the ritualistic principles of the scripture. എന്താണ് ഭഗവാൻ അങ്ങനെ നല്ലൊരു കുടുംബത്തില്, നല്ലൊരു ആചാര്യന്മാരുടെ അല്ലെങ്കിൽ ഗോസ്വാമിമാരുടെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഇത് തേടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ തേടി പോകണം. ഇത് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരും. He'll get attracted to the devotional activities automatically. പൂർവ്വജന്മത്തിലെ അസുഹൃതി കാരണം. ഈവൺ വിതൗട്ട് സീക്കിംഗ് ദം, നമ്മള് അത് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. സച്ച് ആൻ ഇൻക്യൂസിറ്റീവ് ട്രാൻസെൻഡന്റ്, അങ്ങനെ ഒരു ഇൻക്യൂസിറ്റീവ്നെസ്, ആകാംക്ഷയുള്ള ഒരു ഭക്തന് എന്താണ് സാധാരണ റിച്വലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈസ് അബോവ് ദാറ്റ്. റിച്വൽസ് ആൻഡ് സ്പിരിച്വൽ, വി ഷുഡ് ബി സ്പിരിച്വൽ, നോട്ട് റിച്വലിസ്റ്റിക്. റിച്വൽ നമ്മൾ പറയുന്നത് മലയാളത്തില് വഴിപാട്, ഒരു വഴിപാടാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് ഇഷ്ടത്തോട് കൂടിയിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ സ്പിരിച്വലായി. മറ്റേതൊരു എന്തിനോ, അത് നമ്മുടെ കാരണവന്മാർ പറയുന്നുണ്ട്, ട്രഡീഷണലായിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒന്നും അറിയാണ്ട് അത് ചെയ്തു പോരുന്നതിന് റിച്വല്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാണ്ട്, അതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്തതെന്നും അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കസ്റ്റംസ്, ട്രഡീഷൻസ്, അങ്ങനെ നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളും ചെയ്തു പോരുന്നു. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അച്ഛൻ ചെയ്തിരുന്നു, അപ്പം ഞാൻ ചെയ്യുന്നു. എന്തിനാ ചെയ്യുന്നത് അതെനിക്കറിയില്ല അല്ലേ. പല ആൾക്കാരും പറയുന്നത് കേട്ടില്ലേ, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്,
എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. അതിൻ്റെ ഉദ്ദേശം എന്താ അതെനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞോ ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്മ പറഞ്ഞോ ചെയ്യുന്നു. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അറിയില്ല. അപ്പോൾ അതെന്തായി? റിച്വൽസായി. പക്ഷെ അത് അറിഞ്ഞ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് സ്പിരിച്വലായി. നമ്മൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി അബവ് റിച്വലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. സ്ക്രിപ്റ്റേഴ്സിൽ റിച്വൽസ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? സ്ലോലി ആൻഡ് ഗ്രാജുവലി സ്പിരിച്വലായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യണം. അങ്ങനെ റിച്വൽസ് ചെയ്തിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ സ്പിരിച്വലായിട്ട് ഇവോൾവ് ചെയ്യുക. സോ അഡ്വാൻസ് യോഗീസ് ആർ നോട്ട് വെരി മച്ച് അട്രാക്റ്റഡ് ടു ദ റിച്വൽസ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. അഡ്വാൻസ് യോഗീസ്, അതായത് അഡ്വാൻസ് ആയിട്ടുള്ള ഭക്തന്മാർക്ക് അങ്ങനെ റിച്വൽസിന് വലിയ ഇതുണ്ടായിരിക്കില്ല. But they automatically become attracted to the yoga principles, which can elevate them to the complete Krishna consciousness, the highest yoga perfection. In the Srimad Bhagavatam 3.33.7, such disregard of Vedic rituals by the advanced transcendentalists explains as follows. അപ്പോൾ ഭാഗവത്തിലെ അങ്ങനെ ഈ വേദിക് റിച്വൽസ് ഒന്നും പരമഭക്തന്മാർ ഫോളോ ചെയ്യാറില്ല. അപ്പോൾ എന്താ കാരണം കൂടെ വിവരിച്ചിട്ടുണ്ട്. അഹോ ബദസ്വപചോത്വ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തത്തെ നാമ തുഭ്യം തേ പുസ്തപസ്തേ ജുഹുവ ശശ്നുരാര്യ ബ്രഹ്മാനുചർനാമ ഗൃണന്തി ഏതേ. O my Lord, persons who chant the holy names of your Lordship are far, far advanced in spiritual life, even if born in families of dog eaters. Such chanters have undoubtedly performed all kinds of austerities and sacrifices, bathed in all sacred places, and finished all scriptural studies. എന്താണ് പറയുന്നത് ഭാഗവതത്തിലെ? അതായത് ഏതൊരു വ്യക്തിയാണോ ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ട് ജീവിക്കുന്നത്, അവരെ വളരെ വളരെ ഉയർന്ന ലെവലാണ്. ഈവൻ അവർ താഴ്ന്ന ചണ്ടാളന്മാരുടെ കുടുംബത്തിൽ ജനിച്ചാലും കുഴപ്പമില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ വ്യക്തികൾ, അങ്ങനത്തെ ഭക്തന്മാരെ അവരുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ ഒരുപാട് തപസ്സുകളും യജ്ഞങ്ങളും അതേപോലെ പുണ്യനദികളിലൊക്കെ സ്നാനം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ്, ഒരു രുചി കിട്ടുന്ന നാമത്തിനോട്. അതുകൊണ്ട് അവർ സ്ക്രിപ്ചറൽ സ്റ്റഡീസൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും അവർക്ക് ആ സ്ക്രിപ്ചറൽ സ്റ്റഡി സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇൻബോൺ ആയിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ജന്മത്തിൽ. ദ ഫേമസ് എക്സാമ്പിൾ ഓഫ് ദിസ് വാസ് പ്രസന്റഡ് ബൈ ലോർഡ് ചൈതന്യ who accept Thakur Haridasa as one of his most important disciples. ഇതിന് വളരെ നല്ലൊരു ഉദാഹരണം ഇവിടെ പറയുന്നത്, ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ അക്സെപ്റ്റ് ചെയ്തു. ഹരിദാസ് ഠാക്കൂർ ഒരു മ്ലേച്ഛ ഫാമിലിയിലാണ് ജനിച്ചത്. എന്നിട്ടും ഹരിനാമ ആചാര്യ, ഹരിനാമത്തിന്റെ ആചാര്യനായി. എന്താണ്? നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ എന്നുള്ള ടൈറ്റിലാണ് കൊടുക്കുന്നത്. ഒരു മ്ലേച്ഛ കുടുംബത്തിൽ ജനിച്ചിട്ട് ഒരു നാമ ആചാര്യ. പ്രഭുപാദ പറയുന്ന എന്താണ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂറിനെ? ദ ഡീൻ ഓഫ് ഫാക്കൽറ്റി ഓഫ് ചാൻഡിങ്. നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ ദ ഡീൻ ഓഫ് ഫാക്കൽറ്റി ഓഫ് ചാൻഡിങ് ആണ് ഹരിദാസ് ഠാക്കൂർ. ആ പദവിയിലേക്ക് ഉയർത്തി മ്ലേച്ഛ കുടുംബത്തിൽ ജനിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് he has already completed all the ritualistic activities, tapas and sacrifice in his previous life എന്നാണ് പറയുന്നത്. Yes, although Thakur Haridasa happened to take his birth in a Muslim family, he was elevated to the post of Namacharya by Lord Chaitanya to his rigidly attended principle of chanting 300,000 holy names of Lord Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. And because he chanted the holy name of the Lord constantly, it is understood that in his previous life, he must have passed through all the ritualistic methods of the Vedas known as the Shabda Brahma. അതുകൊണ്ട് അങ്ങനെ കോൺസ്റ്റന്റ്ലി നാമം ജപിക്കാനുള്ള രുചി അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? കഴിഞ്ഞ ജന്മത്തിൽ. നമുക്ക് എന്താ രുചി കിട്ടാത്തത് കൂടുതൽ? കാരണം നമ്മൾ അത്രയും കൂടുതലായിട്ട് ഭക്തിയുത സേവനം നമ്മൾ ചെയ്തിട്ടില്ല. എവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്,
അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വന്നു പെട്ടത് അല്ലേ? പക്ഷെ അത്രയും തീവ്രമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ തീവ്രമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഡിവോട്ടി ഫാമിലിയിൽ വന്ന് ജനിക്കുമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ഡിവോഷൻ ലൈഫ് എക്സെറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കൂടുതൽ ആൾക്കാർക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളധികം അങ്ങനെ ഒരു കൂടുതൽ ഭക്തി സേവനം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്താണ്. So unless therefore one is purified, one cannot take the principles of Krishna consciousness or become engaged in chanting the holy name of the Lord Krishna. അപ്പൊ അങ്ങനെ ആ ഒരു ശുദ്ധ തലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. നാമം ജപിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പറയുന്നില്ല, പ്രവാദ പറയുന്നുണ്ട് ചാൻഡ്. അപ്പോ അവിടുന്ന് മറ്റേ ആൾ പറയുന്ന ക്യാൻ അപ്പോഴും ചാണ്ടിയില്ല, സുഹൃതിയില്ല. ഹരേ കൃഷ്ണ പറഞ്ഞാൽ അവര് മറുപടി വരില്ല, കൃഷ്ണ വരില്ല. എന്തൊരു അലർജി പോലെ കൃഷ്ണന്റെ പേരെടുക്കാൻ. എന്താണ് സുഹൃതിയില്ല, അതന്നെ, വേറൊന്നല്ല. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ തിരിച്ച് അവര് ഹരേ കൃഷ്ണ വരില്ല. ചിലരും ഉണ്ടായിട്ടിരിക്കും, ചില ആൾക്കാർ പറയും അവർക്ക് എന്തെങ്കിലും സുഹൃത്തി. ചില ആൾക്കാർ മിണ്ടില്ല, നമ്മുടെ ആൾക്കാരനെ, വേറെ ആരും ഒന്നല്ല. അതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 45 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപത രൂപേശ കൃപാ സിന്ധുഭ്യോ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, चिल प्रभात की जय, गुरु महाराज की जय, गो प्रेमानंदे हरि। हरे कृष्ण।